ഹായ് മുത്തുമണീസ്. അപ്പോൾ 11ാമത്തെ നോമ്പിൽ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ കറിയിലേക്കും കട്ട്ലേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിലേക്കുള്ള ഉള്ളികളൊക്കെ തൊലിച്ച് റെഡിയാക്കാം കേട്ടോ. ഉള്ളികളൊക്കെ തൊലിച്ച് റെഡിയാക്കിയതിന് ശേഷം കട്ട്ലേറ്റൊക്കെയുള്ള ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കാം കേട്ടോ. ഞാൻ ഉള്ളി അരിഞ്ഞിട്ട് അരിയുണ്ടോ? ഉള്ളി അരിഞ്ഞിട്ട് അരിയുണ്ടോ? അപ്പോൾ നീച്ച് വയ്ക്കൂടെ? എനിക്ക് നീച്ച് വയ്ക്കൂടെ? എരിയുണ്ടോ? അപ്പോഴേക്കും ഉമ്മ കറിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. പിന്നെ ഞാൻ കട്ട്ലേറ്റിലേക്കുള്ള ഉരുളക്കിഴങ്ങ് പിഴുങ്ങാനായിട്ട് വെക്കാം കേട്ടോ. പിന്നെ ഞാൻ മസാലയ്ക്കുള്ള ഉള്ളി വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉപ്പ് ഇട്ടിട്ട് ഞാൻ ആദ്യം വാട്ടിയെടുക്കാം കേട്ടോ. അതിലേക്ക് മസാലപ്പൊടിയായിട്ട് കുറച്ച് പെരിഞ്ചീരകപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ചും കൂടി ചിക്കൻ മസാലയും കൂടി ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടെടുത്തിട്ട് വന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തു കേട്ടോ. മസാല നല്ല മിക്സാക്കിയതിൻ്റെ പച്ചമണം പോയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടോ. ചിക്കനും ഉരുളക്കിഴങ്ങും വേവിക്കാൻ വെച്ചപ്പോഴേക്കും ജ്യൂസ് അടിച്ചെടുക്കാൻ വിചാരിച്ചിട്ട് ജ്യൂസ് അടിക്കാട്ടോ. അപ്പോൾ നല്ല ഇളഞ്ഞിയും ജ്യൂസായിട്ട് ഞാൻ അടിച്ചെടുക്കുന്നത്. അങ്ങനെ ജ്യൂസൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് അടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ, നല്ല തണുപ്പാവാനായിട്ട്. അങ്ങനെ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ മസാലയൊക്കെ റെഡിയാക്കി എടുത്തിട്ടോ. മസാലയൊക്കെ റെഡിയാക്കി ഞാൻ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചൂടാറിന് ശേഷം അത് ഉണ്ടാക്കിയിട്ടു. ഞാൻ പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന ടൈം തന്നെ അമ്മ പത്തിരി ചുട്ടെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റസ്ക് പൊടിയിലൊക്കെ എല്ലാം മുക്കിയെടുത്തിട്ടോ കട്ട്ലേറ്റ് ഇനി ഇത് പൊരിച്ചെടുക്കട്ടെ. കട്ട്ലേറ്റ് എല്ലാം പൊരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കട്ട്ലേറ്റൊക്കെ പൊരിച്ചെടുത്തതിന് ശേഷം ഞാൻ ബത്തക്കും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം റെഡിയാക്കി എടുത്തിട്ടോ. പിന്നെ ബാങ്ക് കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബാങ്ക് കൊടുത്ത് ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു കേട്ടോ. പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ മെയിൻ വീഡിയോ. ബായ്. കുഞ്ഞു ചാനൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.